ಕೊಡಗು ಧ್ವನಿ ಡಿಜಿಟಲ್ ಮೀಡಿಯಾ. ಇದು ಕೊಡಗಿನ ನಂಬರ್ 1 ಯೂಟ್ಯೂಬ್ ಚಾನಲ್. Allahu Akbar. وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله. വിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളെ പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തറിന്റെ ഊഷ്മളമായ ഹൃദ്യമായ ആശംസകൾ നേരുകയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഈദ് എന്ന വാക്കിന്റെ അർത്ഥം മടക്കം എന്നാണ്. അതുപോലെ തന്നെ ആഘോഷം എന്ന അർത്ഥവും അതിനുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ സന്തോഷം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള മടക്കം തന്നെയാണ്. അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കൽ, അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി ഇഷ്ടദാസിയായി മാറൽ, അവിടെയാണ് നമ്മുടെ സന്തോഷം കുടികൊള്ളുന്നത്. ബാക്കിയുള്ള എല്ലാ സന്തോഷങ്ങളും താൽക്കാലികമാണ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ ഒരു പ്രതീക്ഷയാണ് നമ്മിൽ സന്തോഷം ജനിപ്പിക്കുക. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ഏതൊരു പ്രതിസന്ധി വേളയിലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന ഒരു ശുഭപ്രതീക്ഷ നമുക്ക് നൽകുന്ന കരുത്ത് ചില്ലറയല്ല. മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു പാഠം വിശുദ്ധ ഖുർആൻ ഇപ്രകാരം അടയാളപ്പെടുത്തുന്നുണ്ട്. ഫറോവ എന്ന ഏകാധിപതിയായ ഭരണാധികാരി അദ്ദേഹത്തിന്റെ സർവ സന്നാഹങ്ങളും എടുത്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികൾ അവരെ പരാജയപ്പെടുത്താനും അവരെ കൊന്നുകളയാനും വേണ്ടി ശക്തമായ തീരുമാനമെടുത്ത് അവർക്ക് പുറകെ വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും ഫലസ്തീൻ അവിടേക്ക് രക്ഷപ്പെടാൻ വേണ്ടി പുറപ്പെടുന്നു. മുമ്പിൽ കടലാണ്, പുറകിൽ ഫറോവയുടെ ശക്തമായ സൈന്യമാണ്. എന്തു ചെയ്യണം എന്നറിയാതെ പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിൽക്കുന്നു. നമ്മളൊക്കെ സാധാരണ പറയാറില്ലേ, ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽ അകപ്പെട്ടു. തൊട്ടുപുറകിൽ അതിശക്തമായ സൈന്യമാണ്, മുമ്പിലാകട്ടെ പാരാവാരമാണ്, അലതല്ലുന്ന കടലാണ്. എന്തു ചെയ്യും? പക്ഷേ മൂസ അലൈഹിസ്സലാം പതറിയില്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രാധാന്യപൂർവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തി വെച്ചു. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. ഇതാണ് പ്രിയമുള്ളവരെ ഒരു മാസക്കാലത്തെ നോമ്പിലൂടെ നാം നേടിയെടുത്ത കരുത്ത്.
എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അതൊരു പ്രതീക്ഷയാണ്, അതൊരു കരുത്താണ്. പ്രതിസന്ധികളിൽ അതൊരു താങ്ങാണ്, തണലാണ്. ആ റബ്ബിന്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് എത്രത്തോളം സാധ്യമായിട്ടുണ്ട് എന്ന ആത്മപരിശോധനയാണ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ഈദ് എന്ന വാക്കിന് അള്ളാഹുവിലേക്കുള്ള മടക്കം എന്ന അർത്ഥം ഉള്ളതുപോലെ തന്നെ ആഘോഷം എന്ന അർത്ഥവുമുണ്ട്. ഈദുൽ ഫിത്തർ എന്ന് പറയുമ്പോൾ ചെറിയ പെരുന്നാളിന്റെ ആഘോഷം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ശരിയാണ്, നമ്മൾ ആഘോഷിക്കുകയാണ്, നമ്മൾ സന്തോഷിക്കുകയാണ്, ആഹ്ലാദിക്കണം, സന്തോഷിക്കണം. അള്ളാഹു വച്ച അതിരുകൾ മറികടക്കാതെ ഹലാല് ഹറാമ് പരിധികളെ മാനിച്ചുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം, നമ്മൾ ആഹ്ലാദിക്കണം. അതിന് ഇസ്ലാം നമ്മെ അനുവദിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സന്തോഷത്തിന്റെ മർമ്മം നമ്മൾ ഇച്ഛകളെ പരാജയപ്പെടുത്താൻ പഠിച്ചു എന്നതാണ്. ഒരു മാസക്കാലം നമ്മൾ പോരാടുകയായിരുന്നു, നമ്മൾ പോരാട്ട ഭൂമിയിലായിരുന്നു. ആ പോരാട്ട ഭൂമി പള്ളിയായിരുന്നു. പള്ളിയുടെ അകത്ത് നമസ്കാരത്തിൽ, തഹജ്ജുദിൽ, ഖിയാമുൽ ലൈലിൽ, തൗബയിൽ, പശ്ചാത്താപത്തിൽ, സുജൂദിൽ, പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു, നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കി. ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവോട് ഏറ്റുപറഞ്ഞു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഇച്ഛയോട് പടവെട്ടാൻ, എന്റെ മനസ്സിന്റെ അകത്തുണ്ടാകുന്ന തോന്നലുകൾ, അത്യാഗ്രഹം, ആർത്തി, എന്റെ മനസ്സിന്റെ അകത്തുള്ള തിന്മകൾ, ഈ ശക്തികളെ പരാജയപ്പെടുത്താനുള്ള ഉൾക്കരുത്ത് അഥവാ ഈമാൻ ഞാൻ നേടിയെടുത്തു. അള്ളാഹുവിന്റെ ഇച്ഛ, അള്ളാഹുവിന്റെ താല്പര്യം, അതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുക. ആ ഒരു സന്തോഷമാണ് നമ്മൾ ഇവിടെ പങ്കുവെക്കുന്ന ഈ തക്ബീർ ധ്വനികൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു വലിയവനാണ്, അള്ളാഹു നല്ല ഉയരമുള്ളവൻ, അള്ളാഹു നല്ല വണ്ണമുള്ളവൻ എന്നല്ല അതിന്റെ അർത്ഥം. ഈ തക്ബീർ ധ്വനികളുടെ യഥാർത്ഥ ആശയം എന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം അള്ളാഹുവിനാണ്, അള്ളാഹുവിനായിരിക്കും. ഞാനത് പഠിച്ചു കഴിഞ്ഞു, ഞാനത് പള്ളിയിൽ എന്റെ പ്രാർത്ഥനയിലൂടെ നേടിയെടുത്ത കരുത്താണ്. അള്ളാഹുവിന്റെ താല്പര്യം കഴിഞ്ഞിട്ടേ എനിക്ക് എന്റെ കുടുംബമുള്ളൂ, എനിക്ക് എന്റെ കച്ചവടമുള്ളൂ, എനിക്ക് എന്റെ ദുനിയാവുള്ളൂ. ഒന്നാം സ്ഥാനം അള്ളാഹുവിനാണ്. ആ പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്റെ ആത്മാവിനെ സ്പർശിച്ച് എന്റെ ഹൃദയത്തിൽ തൊട്ട് ഈ തക്ബീർ ധ്വനികൾ മുഴക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈദ്ഗാഹിലേക്ക് വന്നത്. എന്തിന് പള്ളി ഉണ്ടായിരിക്കെ ഈദ്ഗാഹ് എന്ന ചോദ്യത്തിന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ നമ്മെ പഠിപ്പിച്ച ഒരു സുന്നത്തുണ്ട്. ഇത്രയും കാലം നിങ്ങൾ പള്ളിക്കകത്തായിരുന്നു, നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. അങ്ങനെ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ട ഒരു ജനമല്ല നിങ്ങൾ. നിങ്ങൾക്ക് പള്ളിയുടെ അകത്ത് മാത്രമല്ല ജീവിതം. ഈ വിശാലമായ ഭൂമിയിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടണം. പുറത്താണ് ജീവിതത്തിന്റെ 90% കിടക്കുന്നത്. എന്റെ കച്ചവട മേഖല, എന്റെ ദാമ്പത്യ ജീവിതം, എന്റെ ദുനിയാവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അവിടെയാണ് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത്. പള്ളിയുടെ അകത്ത് അള്ളാഹുവിനെ ഭയപ്പെടാൻ എളുപ്പമാണ്. നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഈ പുറത്താണ്, ഈ പരിസരത്താണ്, ഈ സാമൂഹിക ജീവിതമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒരു വലിയ സന്ദേശമാണ് ഈദ്ഗാഹിലേക്ക് വരാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും സന്തോഷത്തിൽ, ഈ ആഹ്ലാദത്തിൽ പങ്കെടുക്കണം. ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ അവര് റിപ്പോർട്ട് ചെയ്ത, അവര് പറഞ്ഞ ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സഹാബി വനിതയാണ്. അവരൊരിക്കൽ പറഞ്ഞു, അവർ പറഞ്ഞു, ഉമിർന അൻ നഖ്റുജ ഫിൽ ഈദൈൻ, രണ്ട് പെരുന്നാൾ നമസ്കാരത്തിലും പുറപ്പെടാൻ അഥവാ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചു. എല്ലാവരും പുറത്തേക്ക് വരിക, സ്ത്രീകൾ, കുട്ടികൾ, പ്രായമുള്ളവർ, എല്ലാവരും, ഋതുമതികൾ
എല്ലാവരും പുറത്തേക്ക് വരിക, എല്ലാവരും ഈദ്ഗാഹിലേക്ക് വരിക. ഫയഷ്ഹദിനൽ ഖൈറ വദഅവതൽ മുസ്ലിമീന വയഅ്തസിലുൽ ഹുയ്യള അനിൽ മുസല്ല. എല്ലാവരും മുസല്ലയിലേക്കാണ് വരേണ്ടത്. മുസല്ല എന്ന വാക്കിന്റെ അർത്ഥം പള്ളി എന്നല്ല. നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഇതുപോലെയുള്ള ഈ സംവിധാനത്തിനാണ് അറബി ഭാഷയിൽ മുസല്ല എന്ന് പറയുക. നമസ്കരിക്കാൻ വേണ്ടി താൽക്കാലികമായി സംവിധാനിച്ച സൗകര്യം. നിങ്ങൾ അവിടേക്ക് വരിക. എന്നിട്ടോ ഋതുമതികളായ സ്ത്രീകൾ ഈ പ്രഭാഷണം കേൾക്കുക, നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. കുട്ടികളും സ്ത്രീകളും വൃദ്ധരും എല്ലാവരും, യുവാക്കളും യുവതികളും എല്ലാവരും ഒന്നടങ്കം ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് വരിക. സ്വഹീഹുൽ ബുഖാരി 971 ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ അങ്ങനെ വിളിച്ചു, ഞങ്ങൾ അങ്ങനെ പുറപ്പെട്ടു. 2 പെരുന്നാൾ നമസ്കാരത്തിലും ഈദ്ഗാഹിലേക്കാണ് ഞങ്ങളൊക്കെയും പുറപ്പെട്ടത് എന്ന് ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഉണ്ട്, എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും തക്ബീർ ചൊല്ലുന്നു. ഈ തക്ബീർ ധ്വനികളിലൂടെ അള്ളാഹുവിന്റെ താല്പര്യത്തിന് ഞങ്ങൾ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, പുതിയ ഒരു ജീവിത ശൈലി നാം അറിയാതെ പിടികൂടുന്നുണ്ട്. അത് ലിബറൽ ഒരു കാഴ്ചപ്പാടാണ്. എന്റെ ജീവിതം, എന്റെ ലൈഫ്, എന്റെ ചോയ്സ്, എന്റെ ജീവിതം, എന്റെ തെരഞ്ഞെടുപ്പ്, മൈ ബോഡി ആൻഡ് മൈ ലൈഫ്, എന്റേതാണ് ശരീരം, അതുകൊണ്ട് ഞാനാണ് തീരുമാനിക്കുക എന്ന ഒരു പുതിയ ജീവിത ശൈലി നാം അറിയാതെ നമ്മെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ലിബറൽ കാഴ്ചയാണ് ഈ തക്ബീറിലൂടെ ചെയ്യുന്നത്. കാരണം എന്റേതല്ല ബോഡി, എനിക്ക് റബ്ബ് തന്നതാണ്. എന്റേതല്ല ലൈഫ്, എന്റേതല്ല ജീവിതം, എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. എന്റെ റബ്ബ് തരാത്ത എന്തെങ്കിലും ഒന്ന് എന്റെ ഈ ശരീരത്തിൽ പ്രകടമാണോ? എന്റെ കണ്ണ്, എന്റെ കാത് നമുക്ക് പറയാൻ കഴിയില്ല. റബ്ബ് തന്ന അനുഗ്രഹമാണ്, റബ്ബ് തന്ന ജീവിതമാണ്. ആ റബ്ബ് തന്ന ജീവിതത്തെ റബ്ബിന് സമർപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ശൈലിയുടെ സവിശേഷത. അല്ലാതെ എന്റെ ലൈഫാണ്, ഞാനാണ് തെരഞ്ഞെടുക്കുക, എന്റേതാണ് ആഗ്രഹമെന്ന സ്വാർത്ഥമായ ജീവിതത്തെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന ഒരു മെസ്സേജാണ് ഈ തക്ബീറിലൂടെ നമ്മളൊക്കെയും മുഴക്കിയത്. പ്രിയമുള്ളവരെ, തഖ്വയ്ക്ക് വേണ്ടിയാണ് നമ്മളൊക്കെയും നോമ്പെടുത്തത്. തഖ്വ എന്ന വാക്ക്, അതിന്റെ വിശദീകരണം അറിയാത്ത ആരും തന്നെ ഇല്ല. തഖ്വ എന്ന വാക്കിന്റെ അർത്ഥം ദൈവബോധം എന്നാണ്, ദൈവ വിചാരം എന്നാണ്, ദൈവ ഭയം എന്നാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് ആ വാക്കിന്റെ മലയാളത്തിലുള്ള അർത്ഥം. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ തഖ്വ എന്ന പദപ്രയോഗം വന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ ഒരു സ്ഥലം ഇപ്രകാരമാണ്: നിങ്ങൾ നീതി കാണിക്കൂ, നീതിക്ക് വേണ്ടി നിലക്കൊള്ളൂ, നീതിയുടെ കൊടിവാഹകരാകൂ. അതാകുന്നു ഏറ്റവും വലിയ തഖ്വ, ഏറ്റവും പ്രധാനപ്പെട്ട തഖ്വ. മറ്റൊരായത്തിൽ ഇപ്രകാരമുണ്ട്: യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹ് ശുഹദാഅ ബിൽ ഖിസ്ത്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുക, അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക, നീതിയുടെ കൊടിവാഹകരാവുക, നീതിയുടെ കൊടിവാഹകരാവുക. ഇതാണ് തഖ്വ എന്ന് നമസ്കാരവും നോമ്പും പ്രാർത്ഥനകളും അതുമാത്രമല്ല തഖ്വ, മറിച്ച് നീതിയുടെ, സത്യത്തിന്റെ പക്ഷം പിടിക്കുക. ജഅൽ ഹഖു വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. ഇതും വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. സത്യം വന്നു, അസത്യം തകർന്നു, അസത്യം തകർന്ന് തരിപ്പണമാവുക തന്നെ ചെയ്യും. ഈ സത്യത്തിന്റെ വക്താക്കളായി സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്താണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. ഇവിടെ നീതി മരിച്ചുകൊണ്ടിരിക്കുന്നു, ജസ്റ്റിസ് മരിച്ചുകൊണ്ടിരിക്കുന്നു. നീതിയുടെ വക്താക്കളായ നമ്മൾ നീതിയുടെ പക്ഷം പിടിക്കേണ്ടതുണ്ട്. സത്യം മരിച്ചുകൊണ്ടിരിക്കുന്നു, നുണകൾ അതിജയിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലവിലുള്ള അവസ്ഥയെ നാം ഒന്ന് പരിശോധിക്കുക. നുണകളാണ് എവിടെയും. ഇസ്രായേൽ നുണക്കഥകൾ, ഫലസ്തീൻ അസത്യമാകുന്നു, ഇസ്രായേൽ സത്യമായി മാറുന്നു. ഇരകൾ അസത്യത്തിന്റെ ആളുകളായി മാറുന്നു, അക്രമികൾ സത്യത്തിന്റെ വക്താക്കളായി മാറുന്നു. സത്യം മരിക്കുന്നു, അസത്യം ജയിക്കുന്നു, നീതി മരിക്കുന്നു, അനീതി ജയിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം. ഇത് പോസ്റ്റ് ട്രൂത്ത് എറയാണ്, സത്യാനന്തര കാലഘട്ടമാണ്. ഇവിടെ സത്യത്തിന് വിലയില്ല. സത്യത്തെ കൊന്നു കുഴിച്ചു മൂടാൻ അസത്യത്തിന്റെ വക്താക്കൾ എല്ലാവിധ സന്നാഹങ്ങളുമായി രംഗം
രംഗം കൈയടക്കിക്കൊണ്ടിരിക്കുന്നു. ഫലസ്തീനിൽ പിടഞ്ഞു മരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഭീകരവാദികളായി മാറുന്നു. അവരെ കൊന്നുകൊണ്ടിരിക്കുന്ന കാപാലികർ സത്യത്തിന്റെ വക്താക്കളായി പരിണമിക്കുന്നു. ഇതെന്തൊരു കാലഘട്ടമാണ്, ഇതെന്തൊരു ലോകക്രമമാണ്. സത്യത്തിന് വിലയില്ലാത്ത കാലഘട്ടം. ഇന്ത്യ മഹാരാജ്യത്ത് ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ കാഴ്ചപ്പാടുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് റാസിസം ശക്തിപ്പെടുന്നു, അഥവാ വംശീയത ഒരു എത്നിക് സ്റ്റേറ്റ് ആയി ഈ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വംശീയ രാഷ്ട്രം, ഒരു വംശത്തിന് മാത്രം പ്രാധാന്യമുള്ള, ഒരു വംശം മാത്രം എന്തും ചെയ്താൽ മതി, ബാക്കിയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത, അവരെ അടിച്ചമർത്തുന്ന ഒരു പ്രത്യേകമായ ഭരണക്രമം നമ്മുടെ രാജ്യത്തെയും പിടികൂടുന്നു. യുപിയിൽ ഇതുപോലെ പെരുന്നാൾ ആഘോഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. സ്വാതന്ത്ര്യങ്ങളെ തടയപ്പെടുന്നു. അപ്പൊ ഒരു എത്നിക് സ്റ്റേറ്റായി, വംശീയ രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രവും പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇന്ത്യ മാത്രമല്ല, നിങ്ങൾ ലോകത്തെ മൊത്തത്തിൽ പരിശോധിക്കുക. വലതുപക്ഷ തീവ്രവാദം അഥവാ എത്നിക് എന്ന് പറയുന്ന റാസിസം ഇവിടെ ശക്തിപ്പെട്ടു വരികയാണ്, അഥവാ വംശീയത ശക്തിപ്പെട്ടു വരികയാണ്. ഇവിടെ സത്യവിശ്വാസികളായ മുസ്ലിങ്ങളായ നമ്മുടെ കടമ എന്താണ്? നമ്മൾ സത്യത്തിന്റെ വാഹകരാണ്, നമ്മൾ നീതിയുടെ വാഹകരാണ്, നമ്മൾ സത്യത്തിന്റെ പ്രബോധകരാണ്. നമ്മൾ ഭയപ്പെട്ടുകൂടാ. നമ്രൂദിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ മുട്ടുപറയ്ക്കുന്ന ഇബ്രാഹിമിനെ നാം കണ്ടിട്ടില്ല. സധൈര്യം പോരാടുന്ന അബ്രഹാമിന്റെ മക്കളാണ് നമ്മൾ. ഫറോവയുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ മുട്ടുവിറയ്ക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമെ നമ്മൾ കണ്ടിട്ടില്ല. സധൈര്യം പോരാടുന്ന മോസസിനെ തൗറാത്തും ഖുർആനും ഒക്കെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലിന്റെ, അബൂലഹബിന്റെ, ഉത്തുബയുടെ, ശൈബയുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ മുട്ടുവിറച്ചിട്ടില്ല. സധൈര്യം മരിച്ചാലും മരണപ്പെട്ടാലും തന്റെ പിതൃവൻ വന്നിട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മകനെ, നീ അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യാൻ പാടില്ല, ഇതിവിടെ പ്രശ്നമുണ്ടാക്കുന്നു, നീ പിന്തിരിയണം, ആളുകളൊക്കെ ഇളകി മറിയുന്നു, നമ്മുടെ പാരമ്പര്യങ്ങളെ നീ ഇങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്ന് സ്നേഹത്തോടെ ഉപദേശിക്കുമ്പോ ಎಲ್ಲರಿಗೂ ಸಲಾಮ್ ಅಲೈಕುಮ್. ನಾಡಿನ ಜನತೆಗೆ ರಂಜಾನ್ ಹಬ್ಬದ ಹಾರ್ದಿಕ ಶುಭಾಶಯಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಈ ಹಬ್ಬ ಎಲ್ರಿಗೂ ಸುಖ, ಶಾಂತಿ, ನೆಮ್ಮದಿಯನ್ನು ತರಲಿ ಅಂತೇಳಿ ನಾನು ಹಾರೈಸುತ್ತಾ ಅಂದರೆ ಈ ಹಬ್ಬವನ್ನು ಎಲ್ಲರೂ ಶಾಂತಿ ಪ್ರಿಯದಿಂದಾಗಿ ನೆಮ್ಮದಿಯಿಂದ ಬಾಳಲಿ ಅಂತ ನಾನು ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ನಾವು ಈ ಶುಭ ಸಂದರ್ಭದಲ್ಲಿ ರಂಜಾನ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳನ್ನು ಈ ಕೊಡಗಿನ ಸಮಸ್ತ ನಾಗರಿಕರಿಗೆ ಅರ್ಪಿಸ್ತಿದ್ದೇವೆ. ಈ ಶುಭ ಸಮಾರಂಭದಲ್ಲಿ ಸಮಸ್ತ ನಾಡಿನ ಬಂಧುಗಳಿಗೆ ಶುಭ ಹಾರೈಸುತ್ತಾ ಇದೇ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಈ ಪ್ಯಾಲೆಸ್ಟೈನಲ್ಲಿ ನಡೆಯುತ್ತಿರುವಂಥ ನರಮೇಧವನ್ನು ವಿರೋಧಿಸುತ್ತಿದ್ದೇವೆ ಮತ್ತು ಇದೇ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಭಾರತ ದೇಶದ ವಕ್ಫ್ ಕಾಯ್ದೆಯನ್ನು ವಿರೋಧಿಸುತ್ತಾ ಈ ಹಬ್ಬವನ್ನು ತುಂಬ ಸಡಗರದಿಂದ ಆಚರಿಸುತ್ತಿದ್ದೇವೆ. ಇದು ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ ಎಂದು ಆಶಿಸುತ್ತಾ ನಾನು ಶುಭಾಶಯವನ್ನು ತಿಳಿಸುತ್ತಿದ್ದೇನೆ. ಕೊಡಗಿನ ಎಲ್ಲ ಜನಾಂಗದವರು ಮತ್ತು ನಮ್ಮ ದೇಶದ ಎಲ್ಲ ಜನಾಂಗರಿಗೆ ನಾವು ಈ ರಂಜಾನ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳನ್ನು ಅರ್ಪಿಸ್ತಾ ಇದ್ದೇವೆ. ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ ಅಂತ ಪ್ರಾರ್ಥಿಸುತ್ತಾ ನನಗೆ ಈ ಒಂದು ಅವಕಾಶ ಕೊಟ್ಟ ನಮ್ಮ ಪತ್ರಕರ್ತ ಮಿತ್ರರಾದ ಜಗದೀಶ್ ಅವರಿಗೆ ತುಂಬ ಹೃದಯದಿಂದ ವಂದನಾರ್ಪಣೆ. ಸಮಸ್ತ ಬಾಂಧವರಿಗೆ ಈದ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳು. ನಮ್ಮ ಒಂದು ತಿಂಗಳ ಉಪವಾಸ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ವಿಜಯವಾಗಿದೆ. ಅದರ ಪರವಾಗಿ ನಾವು ಈ ದಿನ ಈದನ್ನು ವಿಜಯಕರವಾಗಿ ನಾವು ಇಲ್ಲಿ ನೆರೆದಿದ್ದೇವೆ. ಎಲ್ಲರಿಗೂ ಈದ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳನ್ನು ನೀಡುತ್ತೇನೆ. Assalamu alaikum wa rahmatullahi wa barakatuh. My name is Tasniya Khizr. I wish all my brothers and sisters gathered here a very warm Eid wishes. And as this, we are celebrating this as a happiness of our 1 month of fasting and sacrifices. And thank you all. ಕೊಡಗು ಧ್ವನಿ ಡಿಜಿಟಲ್ ಮೀಡಿಯಾ, ಇದು ಕೊಡಗಿನ ನಂಬರ್ 1 ಯೂಟ್ಯೂಬ್ ಚಾನಲ್. ನಾನು ನಿಮ್ಮ ಜಗದೀಶ್, ಕೊಡಗು ಧ್ವನಿ ಡಿಜಿಟಲ್ ಮೀಡಿಯಾದಿಂದ. ನಮ್ಮ ಚಾನಲನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ, ಲೈಕ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ.